ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അങ്കമാലി മാങ്ങാക്കറിയാണ്. ഞാനിവിടെ അങ്കമാലി മാങ്ങാക്കറി തയ്യാറാക്കാനായിട്ട് ഒരു വലിയൊരു മാങ്ങ എടുത്തിട്ടുണ്ട്. അരമുറി തേങ്ങ, അതുപോലെ തന്നെ സവാള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില. ഒരു വലിയൊരു പീസ് സവാളയും 2 പച്ചമുളകും അര പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളും ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികളെല്ലാം ഇതിലേക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാല് പിഴിഞ്ഞെടുക്കാം. തേങ്ങ ഒരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ 1-ാം പാലും 2-ാം പാലും എടുക്കുക. ഇനി നമുക്കിത് അടപ്പത്തേക്ക് വെക്കാം. അപ്പോൾ ഇതെല്ലാം മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 2-ാം പാലാണ് ആദ്യം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അല്പം വിനാഗിരി, 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. കറി നല്ലപോലെ തിളച്ച് വരുമ്പോഴത്തേക്ക് ഈ മിക്സാക്കി വെച്ചിരിക്കുന്ന മാങ്ങ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. മാങ്ങ നല്ലതുപോലെ ഒന്ന് വെന്ത് വരണം. അതിന് വേണ്ടി നമുക്ക് 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. മാങ്ങ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കാം. 1-ാം പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരുപാട് തിളപ്പിക്കരുത്, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതിയാകും. അപ്പോൾ കറി ഇപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് കടു താളിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുകെല്ലാം പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. വറ്റൽമുളകും സവാളയും നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം മുളക് പൊടി കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. മാങ്ങാക്കറിയിലേക്ക് ഇതും കൂടി ചേർത്ത് കൊടുക്കുക. ഫൈനലി നമ്മുടെ അങ്കമാലി മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. Bye bye, take care.